കേൾക്കുന്നില്ലേ? സൗണ്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? റൈറ്റ്, അപ്പൊ നമുക്ക് ആ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാം. ശരിയായ പ്രോബ്ലം. Okay, so the following data is given for the cap and bolt of the connecting rod. Engine speed തന്നിട്ടുണ്ട്, length of the connecting rod തന്നിട്ടുണ്ട്, length of the stroke തന്നിട്ടുണ്ട്, mass of the reciprocating part, the length of crank pin, diameter of crank pin, thickness of bearing bush, permissible tensile stress of the bolt, tensile stress of the cap, calculate the nominal diameter and thickness of the cap. Here's the other question. Presentation കാണില്ലല്ലോ sir. Oh, okay. Okay, question എഴുതിയില്ലേ? Right. നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ഓക്കെ, സി നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് പിന്നെ ബോൾട്ട് ഡയമീറ്ററും രണ്ടാമത് ക്യാപ്പിന്റെ തിക്നെസ്സും ആണ്. എന്ന് വെച്ചാൽ നമ്മളിവിടെ ലാസ്റ്റ് ചെയ്ത സ്റ്റെപ്പുകളാണ്. റൈറ്റ്, സോ ഡിസൈൻ ഓഫ് ദ ബിഗ് ആൻഡ് ക്യാപ്പ് ആൻഡ് ബോൾട്ട്. ഓക്കെ, സോ ഇനിഷ്യലി ഈ ഒരു പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് യു ഹാവ് ടു ഫൈൻഡ് ദ ഡിസൈൻ ആൻഡ് നോമിനൽ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട് ആൻഡ് ദെൻ യു ഹാവ് ടു ഫൈൻഡ് ദ ക്യാപ്പ് തിക്നെസ് യൂസിങ് ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഇതാണ് ബേസിക് ഇക്വേഷൻസ് ഇവിടെ വരുന്നത്. സോ വിൽ സോൾവ് ദിസ് വൺ. അതിൽ സോൾവ് ചെയ്യണമെങ്കിൽ ഒരു ഇൻപുട്ടും കൂടെ വേണമായിരുന്നു. ഞാൻ നിങ്ങളെ ഇതിന്റെ കേസിൽ അത് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമുക്ക് സോൾവ് ചെയ്തതിന്റെ വരുന്നതിനനുസരിച്ചിട്ട് നമുക്കത് പറഞ്ഞു പോവാം. ഓക്കെ, സോ ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? The following data is given for the cap and bolt of connecting rod. Okay, fine. Right. So ഇതിന് ഒരുപാട് ഡാറ്റാസ് ഉണ്ട്. ഇത് കുറച്ചൊരു കൺഫ്യൂസിംഗ് പോലെയാണ് നമുക്ക് തോന്നുന്നത്, പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ ക്വസ്റ്റ്യനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഡിസൈൻ ഓഫ് bolt. Okay, or determination of nominal diameter of bolt. ഓക്കെ, നമുക്ക് തിരിച്ചു ചിന്തിക്കാം. നോമിനൽ ഡയ കാണണമെങ്കിൽ എനിക്ക് അതിന്റെ പിന്നെ എന്താണ് കോർ ഡയമീറ്റർ കാണണം. റൈറ്റ്, കോർ ഡയമീറ്റർ കാണണമെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ട് തന്നെ ഇക്വേറ്റ് ചെയ്യണം അല്ലെ. സോ ഈ രണ്ട് ഇക്വേഷൻസിലേക്ക് നമുക്ക് കൊണ്ടുവരണം. ഏതൊക്കെയായിരുന്നു? ഒന്ന് പിന്നെ ഇതായിരുന്നു MR omega square into 1 plus 1 by N1 ആൻഡ് PI max. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് അത് എഴുതിയിട്ട് തുടങ്ങാം. ഓക്കെ, സോ അതിൽ ഓരോ അൺനോൺ വാല്യൂസ് എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെയാണ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഇക്വേഷൻ is MR omega square into 1 plus 1 by N1 to find PI max. Okay, to solve this one, your first step is to find the maximum pressure, PI max. Okay, and that is given by the equation PI max is equal to MR omega square into 1 plus 1 by N1 അല്ലെ. 1 plus 1 by N1 അല്ലെ. Right, okay, right, where N1 is L by R, where N1 is equal to L by R. Okay, നമുക്ക് ഇതിലെ ഓരോ ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ഗിവൺ ഡാറ്റാസ് എല്ലാം നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ വളരെ ഓർഡറിൽ തന്നോണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നത്. ഓക്കെ, so we'll see whether all those factors are there or not. Okay, starting with your എന്തൊക്കെയാ നമുക്ക് ഇവിടെ കാണേണ്ടത്? MR ആണ് അല്ലെ, മാസ് ആണ്. റൈറ്റ്, സോ മാസ് ഓഫ് ദ റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് 1 by 1 ആയിട്ട് നോക്കി തുടങ്ങാം. ഓക്കെ, സോ MR മാസ് ഓഫ് ദ റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് is it given? നോക്കിയേ ക്വസ്റ്റ്യൻ നോക്കിയേ. M is equal to എത്രയാ? 2.5. റൈറ്റ്, സോ 2.5 യൂണിറ്റോ kg. Yes, 2.5 kilogram ആണ് തന്നത്. റൈറ്റ്, M is equal to 2.5 kg. റൈറ്റ്, ഇനി രണ്ടാമത് കണ്ടത് R ആണ് അല്ലെ. R എന്ന് പറഞ്ഞാല് എന്തായിരുന്നു? R is actually crank radius ആണ് അല്ലെ. സോ ഇവിടെയാണ് ഒരു ഇക്വേഷൻ അധികമായിട്ട് വേണ്ടത്. ക്രാങ്ക് റേഡിയസ് ആണ് R. ഓക്കെ, സോ ഇത് നോട്ട് ചെയ്യണം കറക്റ്റ് ആയിട്ട്.
ആ ക്രാങ്ക് റേഡിയസ് ആണ് ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ക്രാങ്ക് റേഡിയസ് കാണാൻ വേണ്ടിയിട്ട് there is actually a relationship. Okay, അത് ഞാൻ നേരത്തെ തന്നിട്ടില്ല. And the relationship is your crank radius r is equal to L by 2. Okay, is equal to small l by 2, where L is the length of stroke. The crank radius is equal to radius of crank radius എന്ന് പറഞ്ഞാൽ crank in the length. Okay, sorry, length of stroke length divided by 2 ആണ് crank radius is equal to stroke length divided by 2. Okay, now നോക്കുക. സോ അങ്ങനെയാണെങ്കിൽ യുവർ ആർ വാല്യൂ എത്രയായിരിക്കും? സ്ട്രോക്ക് ലെങ്ത് തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ലെങ്ത് ഓഫ് സ്ട്രോക്ക് 175 mm. Yes, 175 mm divided by 2 ചെയ്ത് കഴിഞ്ഞാൽ you will get the radius of the stroke, which is 87.5 mm. Okay, either mm ൽ represent ചെയ്യാം അല്ലെങ്കിൽ മീറ്ററിൽ represent ചെയ്ത് പോ. 0.0875 മീറ്റർ ആയിരിക്കും. ഓക്കെ, സോ രണ്ട് പോർഷൻസ് ആയി, എം ആർ ആയി. ഇനി ഒമേഗ കാണണം അല്ലെ? ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം ആംഗുലാർ വെലോസിറ്റി ആണ്, വിച്ച് ഇസ് 2πn/60 ആണ്, റൈറ്റ്? സോ ഇത് സോൾവ് ചെയ്യാൻ യു റിക്വയർ എൻ വാല്യൂ. എൻ തന്നിട്ടുണ്ടോ? n, yes, engine speed is given, which is 1800, right? So you can solve this one, 2π into 1800 divided by 60 and find the omega value. Okay, so ഇത്ര എന്തൊക്കെ? m കണ്ടെത്തി, r കിട്ടി, omega കിട്ടി. ഇതിൽ r ന്റെ ഇക്വേഷൻ ആണ് ഓർത്ത് വെക്കേണ്ടത്. Again, then last one is your n1. n1 എന്താണ് നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. n1 is equal to l by r ആണ് അല്ലെ? So n1 is equal to l by r. Right, and where L is actually your length of the connecting rod, length of connecting rod divided by your stroke radius, sorry, crank radius, right? Length of connecting rod divided by length of connecting rod divided by crank radius. Crank radius. Okay, so that you can take it as ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. രണ്ട് വാല്യൂസ് എടുക്കുക, സോൾവ് ചെയ്യുക, n1 കാണാം. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻ പി ഐ മാക്സ് ചെയ്തോ. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ആൻഡ് ഫൈൻ പി ഐ മാക്സ്. കിട്ടോ? $9714.81 998301 വലിയ നമ്പർ ഇല്ല, ഇതാ കിട്ടാ.
ജിഷ്ണു കിട്ടിയതാ കറക്റ്റ് 9714.81 കിട്ടില്ല. എക്സാക്ട് ആൻസർ 9715.85 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഞാൻ ചെയ്യാം. സോ ഇങ്ങനെയാണ് വരിക. സോ N1 = L/R ആണ്. L എന്ന് വെച്ചാൽ 350 ആണ്. ആൻഡ് R വാല്യൂ എത്രയാ? 87.5 അല്ലേ? 87.5. സോ ഇതെടുത്ത് അപ്രോക്സിമേറ്റ്ലി 4 ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ ഡയറക്റ്റ് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം വാല്യൂ അറിയാം 2.5 കിലോഗ്രാം അല്ലേ? 2.5 റേഡിയസ് 6 ഞാൻ മീറ്ററിൽ കൊടുക്കുകയാണ്. 0.810875 MR ω². ഒമേഗ വാല്യൂ കിട്ടുന്നത് 188.5 റേഡിയൻസ് പെർ സെക്കൻഡ് ആയിരിക്കും. റേഡിയൻസ് പെർ സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 188.5 square into 1 plus 1/4. Okay, solve with that, you'll get the answer as 9715.85. 85 Newton is your answer. 9715.85 Newton is your answer. Okay, check ചെയ്യാം. ചെറിയ വേരിയേഷൻസ് ഒക്കെയാണ്, പക്ഷെ വലിയ വേരിയേഷൻസ് വന്നാൽ തെറ്റാണ്. ഓക്കെ, സോ അതിന്റെ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞില്ല അല്ലെ? PI max കാണണമെങ്കിൽ എന്ത് വേണം? അതിന്റെ ഡയമീറ്റർ ഓഫ് ബോൾട്ട് കാണാം അല്ലെ? ഇതാണ് നമ്മള് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് PI max കാണാന്നുള്ളതായിരുന്നു. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്. നൗ ദ സെക്കൻഡ് സ്റ്റെപ്പ് is to determine the diameter of the bolt അല്ലെ? സോ ഡയറക്റ്റ് ആയിട്ട് കാണാം. അഗൈൻ യുവർ PI max നമുക്ക് സെക്കൻഡ് റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താ? 2 times, രണ്ട് ബോൾട്ട് യൂസ് ചെയ്യുന്നത്. Therefore 2 times into pi/4 dc square into pi/4 dc square pi/4 dc square into permissible tensile stress, right? So 2 RM 2 into pi/4 dc square permissible tensile stress നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. For the bolt, yes, 60 Newton per mm square. So substitute the value as 60. Okay, let this be my second equation. Let this be my first equation. Now you can equate both and find the value for DC. 0. കിട്ടിക്കഴിഞ്ഞാൽ നോമിനൽ ഡയമീറ്റർ ആണ്. Which is DC divided by 0.8. കിട്ടോ? $6.27. 10.15. 10.15 ആണ് DC. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേ. എന്തോ ഇഷ്യൂ ഉണ്ട്. So that's correctly substitute. 10.15 mm കിട്ടും. ചെക്ക് ചെയ്യാം, മിസ്റ്റേക്ക് ഒന്നും നോക്കാം. മറ്റേ P1 max നമ്മള് ന്യൂട്ടൺ പെർ മീറ്റർ അല്ലേ? ന്യൂട്ടൺ പെർ മീറ്റർ അല്ലല്ലോ, ന്യൂട്ടൺ അല്ലേ അത്. നീ മറ്റേ പിന്നെ സിഗ്മ T എന്ന് പറയുന്നത് മെഗാ പാസ്കൽ അല്ലേ വന്നേ?
ക്വസ്റ്റ്യൻ നോക്ക്. ന്യൂട്ടൺ പെർ mm സ്ക്വയറിലല്ലേ സിഗ്മ ടി തന്നെ അല്ലേ? ഓക്കെ, mmലല്ലേ കേട്ടോ. ഓക്കെ, സോ ഡി സി ഡി നോമിനൽ ഡയമീറ്റർ ഡി എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 0.8 എടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 12.69. പിന്നെ നമ്മൾ ബോൾട്ടിന്റെ അതിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഡയമീറ്റർ ബോൾട്ട് ഡയമീറ്റർ എടുക്കുക. നമ്മൾ പഴയ ഡാറ്റാ ബുക്കിന്റെ ഇവിടെ തീർന്നു, പക്ഷേ സ്റ്റാൻഡേർഡ് എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് വാല്യൂ 16 mm. ഓക്കെ, അത് നമ്മൾ R20 സീരീസ് അതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ മുമ്പ് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വെച്ചാലും സീനില്ല, കാരണം പിന്നീട് നമ്മൾ ഇതിന്റെ കാൽക്കുലേഷൻ അവിടെ യൂസ് ചെയ്യുന്നില്ല. ആക്ച്വൽ ആൻസർ സർ പി ഐ മാക്സ് ഫസ്റ്റ് കാണില്ലേ ഫസ്റ്റത്തെ ഇക്വേഷനിൽ? അതില് ലെങ്ത് കൊടുക്കുന്നില്ല, ലെങ്ത് അല്ല റേഡിയസ് ഒമേഗ സ്ക്വയർ കൊടുക്കുന്നില്ലേ? അല്ല ഒമേഗ സ്ക്വയർ അല്ല, 6 കൊടുക്കുന്നില്ല. 6 മീറ്ററിലല്ലേ കൊടുത്തത്? 0.0875. അപ്പോ ഇതിലിപ്പം വരുമ്പോ സിഗ്മ ടി എന്ന് ന്യൂട്ടൺ mm സ്ക്വയറിലല്ലേ, അപ്പൊ ന്യൂട്ടൺ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കണം. സിഗ്മ ടി മാറ്റണം ചെയ്യാം, ചെയ്യാതിരിക്കാം. നീ ഇപ്പൊ ഇതിന് മീറ്റർ സ്ക്വയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം സിഗ്മ ടി 16 വാല്യൂ നീ മീറ്ററിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ മീറ്ററിലായിരിക്കും. 0.010 എന്നുള്ള ഫോമിൽ കിട്ടും. നേരെ മറിച്ച് ഇപ്പം പിന്നെ ഇപ്പൊ സിഗ്മ ടി തന്നിരിക്കുന്നത് മെഗാ പാസ്കലാണ് അല്ലെ, മെഗാ പാസ്കലാണ്. ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്, അത് മെഗാ പാസ്കലാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പിന്നെ സോൾവ് ചെയ്ത് ഡയറക്റ്റ് mm കിട്ടും, അത്രേ ഉള്ളൂ. മാറ്റേണ്ട അവസാനം മാറ്റിയാലും മതി, ലാസ്റ്റ് മീറ്ററിൽ പറഞ്ഞാൽ, പക്ഷെ mm പറഞ്ഞാലും മതി ഫൈനൽ ആൻസർ. ഓക്കെ ഓക്കെ, സോ ഇതോടുകൂടി വോൾട്ട് ഡയമീറ്ററിന്റെ കേസ് കഴിഞ്ഞു അല്ലെ. ഇനി കാണേണ്ട ഒരു സാധനം എന്താ, നമ്മുടെ തിക്നെസ് ഓഫ് ദ ക്യാപ്പ് ആണ് അല്ലെ. സോ തിക്നെസ് ഓഫ് ദ ക്യാപ്പിലേക്ക് പോവാം. തിക്നെസ് ഓഫ് ക്യാപ്പ്. ഓക്കെ റൈറ്റ്. ഓക്കെ, അപ്പൊ തിക്നെസ് ഓഫ് ക്യാപ്പിന്റെ കേസിൽ ഇതാണ് നമ്മളെ ഡിസൈൻ പ്രൊസീജിയർ അല്ലെ. സോ എന്തൊക്കെ വേണം നമുക്ക് ആദ്യം? ടോട്ടൽ ലെങ്ത്, ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം പോലെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ലെങ്ത് കാണണം ആദ്യം, അതിനൊരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്, നമ്മൾ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എം മാക്സ് അല്ലെ, മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാണണം. ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. പി ഐ മാക്സ് അറിയാം, ലെങ്ത് ഇവിടെ നമുക്ക് കിട്ടും ഡിവൈഡ് ബൈ 6. അഗൈൻ സിഗ്മ ബി എന്ന് പറയുമ്പോൾ എം ഇവിടെ നമുക്ക് കിട്ടും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കാണണം, വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അതേപോലെ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സിഗ്മ ബി വാല്യൂ യെസ് തന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതാണ് കേസ്, നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. സോ ഫൈനലി നമുക്ക് ഇവിടെ തന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ യെസ് ടെൻസൈൽ സ്ട്രെസ് ഓഫ് ദ ക്യാപ്പ് തന്നിട്ടുണ്ട് അല്ലെ, ദാറ്റ് ഈസ് 80 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓക്കെ, നമുക്ക് അവിടുന്ന് തുടങ്ങാം. സോ ടെൻസൈൽ സ്ട്രെസ് ഓഫ് ദ ക്യാപ്പ്, ടെൻസൈൽ സ്ട്രെസ് ഓഫ് ക്യാപ്പ് എത്ര? 80 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇതാണ് ബെൻഡിങ് സ്ട്രെസ്, അവിടുത്തെ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ആണ് ഈ വാല്യൂ സിഗ്മ ബി. എന്ന് വെച്ചാൽ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്താ? സിഗ്മ ബി ഇസ് ഈക്വൽ ടു എം ബി ബൈ ഐ ഇൻറ്റു വൈ മാക്സ് എന്നൊരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. സോ ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ഈ ഫൈനൽ വാല്യൂ ആണ് 80 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. നമുക്ക് ഇവിടുന്ന് കാണേണ്ടത് തിക്നെസ്. റൈറ്റ്. സോ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? എനിക്കിത് സോൾവ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, എപ്പോഴും ഈ ഒരു ഇക്വേഷൻ ഫോമിൽ ആ ഓർഡറിൽ ചിന്തിക്കുന്നൊന്നുമില്ല. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്ത് വരാൻ എനിക്ക് എന്ത് മതി? എനിക്ക് എം ബി കാണണം, വൈ മാക്സ് അറിയണം, ഐ അറിയണം. റൈറ്റ്, നമുക്ക് നോക്കാം, നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് കിട്ടുമോ നോക്കാം. എം ബി കാണാം, റൈറ്റ്, അല്ലെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാണാം. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കേസിൽ ഒരു സിംപ്ലി സപ്പോർട്ട് വിത്ത് പോയിന്റ് ലോഡ് ആക്ടിംഗ് അറ്റ് സെന്ററിന്റെ നമുക്ക് ഈ ഒരു കേസിന്റെ സ്പെസിഫിക് ഇക്വേഷൻ തന്നിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് പി ഐ മാക്സ് ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ 6 എന്നുള്ളതാണ് ഇക്വേഷൻ. റൈറ്റ്, ഇത് സോൾവ് ചെയ്യണമെങ്കിൽ എനിക്ക് പി ഐ മാക്സ് അറിയാം, ഓൾറെഡി എനിക്ക് കിട്ടി. റൈറ്റ്, പക്ഷെ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സിംപ്ലി ഇതാണ് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. സോ ഈ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് ആണ് ലെങ്ത്. ഓക്കെ, so that length is actually given by the equation L is equal to എന്തായിരുന്നു? ഒരു ലെങ്ത് ഇക്വേഷൻ ഉണ്ട്, L is equal to diameter of the crank pin, dia of crank pin plus 2 times thickness of bush, thickness of bush plus nominal diameter of bolt. crank pin length of crank pin plus 2 thickness of bushing. Length of crank pin
center distance diameter of the crank pin. Diameter length ഒരു സെക്കൻഡ്. ചിലപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തതിലൊന്ന് ഇഷ്യൂ ആയിരിക്കും അത്. ഡയമീറ്റർ തന്നെ ആയിക്കോട്ടെ. ഡയമീറ്റർ തന്നെ അത് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, മനസ്സിലായി. ആ സെന്റർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നോക്കാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഡയമീറ്റർ ഓഫ് ദ ക്രാങ്ക് പിൻ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ ക്രാങ്ക് പിൻ പ്ലസ് 2 times thickness of the bush പ്ലസ് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് എടുത്തപ്പോൾ ലെങ്ത് ആക്കിയിട്ടതായിരിക്കും. ഓക്കെ, കാരണം ആ ഡയമീറ്ററിനെ ആണല്ലോ അടുത്ത ലെങ്ത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ അവിടെ ഇട്ടുപോയതായിരിക്കും. ഓക്കെ ഓക്കെ ഫൈൻ. സോ 2 into thickness of bush പ്ലസ് ഇവിടെ നോമിനൽ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട്. നോമിനൽ ഡയമീറ്റർ ഓഫ് ഞാൻ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡി ആണ് അല്ലെ, ഓൾറെഡി നമുക്ക് കിട്ടിയ സാധനം ഡി, റൈറ്റ്. പ്ലസ് എന്താ ക്ലിയറൻസ്. ഓക്കെ, ക്ലിയറൻസ് വിച്ച് ഈസ് 3 mm. ഓക്കെ, സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് നോക്കാം. ഓക്കെ, എന്തൊക്കെ ഡയമീറ്റർ ഓഫ് ദ ക്രാങ്ക് പിൻ ആണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോവാം. യെസ്, ഡയമീറ്റർ ഓഫ് ദ ക്രാങ്ക് പിൻ തന്നിട്ടുണ്ട്, റൈറ്റ്. അതിന്റെ സെന്റർ ടു സെന്റർ ആ രണ്ട് പോർഷനിലെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി നമുക്ക് ഈ ലെങ്ത് ആണ് കണ്ടെത്തേണ്ടത്. സോ ഡയമീറ്റർ ഓഫ് ദ ക്രാങ്ക് പിൻ ഇവിടെ തന്നിട്ടുണ്ട്, ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദിസ് പിൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ 58 mm ആണ്, റൈറ്റ്. സോ ഫസ്റ്റ് പാർട്ട് നമുക്ക് എഴുതാം 58 പ്ലസ് 2 times thickness of the bush. 2 times thickness of the bush. thickness of bush തന്നിട്ടുണ്ടോ? ഓക്കെ, thickness of the bearing bush തന്നിട്ടുണ്ട്, which is 3 mm, right. സോ അഥവാ തന്നിട്ടില്ലെങ്കിലും 3 mm എടുത്താൽ മതി. തന്ന സ്ഥിതിക്ക് അതന്നെ സെയിം 3 mm. ഓക്കെ, സോ പ്ലസ് 2 into 3 പ്ലസ് ഡയാമീറ്റർ, നോമിനൽ ഡയമീറ്റർ ആണ്. നോമിനൽ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. എത്രയാ, എത്രയായിരുന്നു, 12.69 ആണ് അല്ലെ. അത് സ്റ്റാൻഡർഡൈസ് ചെയ്തപ്പോൾ നമ്മൾ 16 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 16 പ്ലസ് ക്ലിയറൻസ് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ യു ക്യാൻ ടേക്ക് 3. ഓക്കെ, സോ യു ക്യാൻ ആഡ് ഓൾ ദീസ് ആൻഡ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ലെങ്ത്. 58 പ്ലസ് 6 64 70 80 83 വരും അല്ലെ. സോ ദ ലെങ്ത് ഈസ് 83 mm എന്ന് കിട്ടി, റൈറ്റ്. സോ എന്തൊക്കെ പി ഐ മാക്സ് ആയി ലെങ്ത് ആയി. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടും. അത് ചെയ്തോ. സോ ഫൈൻ മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ആൻഡ് അഗെയിൻ ഇനി തിക്നെസ് കണ്ട അതും കൂടെ ഞാൻ പറയാം. സോ തിക്നെസ് കാണാൻ എന്തൊക്കെ വേണം, എനിക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ വരണം, വൈ മാക്സ് വരണം. ഓക്കെ, നമുക്ക് ഇനി നോക്കാം വേറെ എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ സ്ട്രോക്ക് എഞ്ചിൻ, ലെങ്ത് ഓഫ് ദ കണക്ടിംഗ് റോഡ്. നമുക്ക് അതേപോലെ വേറൊരു സാധനം വേണ്ടത് അതിന്റെ വിഡ്ത്ത് അറിയണം അല്ലെ. അപ്പോ നമ്മൾ എന്താ കാണുന്നത്, ഇതിന്റെ തിക്നെസ് ആണ് കാണേണ്ടത്, റൈറ്റ്. ഇതിന്റെ വിഡ്ത്ത് അറിയാമെങ്കിൽ എനിക്ക് BT³/12 എന്നുള്ള ഫോമിൽ ബി എനിക്ക് അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ബിയും ടിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് എങ്കിലും കിട്ടണം അല്ലെ. സോ ലെറ്റ്സ് സീ വെദർ സംതിങ് ഈസ് ഗിവൺ ഫോർ ബി. ഓക്കെ, നോക്കിയേ ബി വാല്യൂ തന്നിട്ടുണ്ടോ. ഓക്കെ, ബി. ഓക്കെ, യെസ്, ലെങ്ത് ഓഫ് ദ ക്രാങ്ക് പിൻ തന്നിട്ടുണ്ട്, റൈറ്റ്. സോ ലെങ്ത് ഓഫ് ദ ക്രാങ്ക് പിന്നും അതും കറക്റ്റ് ആയിരിക്കും. കാരണം എന്താ, ഇതിന്റെ അകത്താണ് ക്രാങ്ക് പിൻ വെക്കുന്നത് അല്ലെ. സോ ഇതിന്റെ അകത്താണ് ക്രാങ്ക് പിൻ ഇങ്ങനെ വരിക അല്ലെ. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ വിഡ്ത്ത് ആണ്, മനസ്സിലായില്ലേ. ഇങ്ങനെയല്ലേ ക്രാങ്ക് പിൻ വരിക. അതിന് ഇത്തരത്തിലാണ് ഈ ഒരു അറേഞ്ച്മെന്റ് വരിക. ഇത്തരത്തിലാണ് ഈ ഒരു അറേഞ്ച്മെന്റ് വരിക. ഓക്കെ, സോ ഇതാണ് ലെങ്ത് ഓഫ് ദ ക്രാങ്ക് പിൻ, ഇതാണ് ഡയമീറ്റർ ഓഫ് ദ ക്രാങ്ക് പിൻ. ഓക്കെ, ലെങ്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡയമീറ്റർ എടുത്തു, ബുഷിന്റെ ഡിസ്റ്റൻസ് എടുത്തു, രണ്ട് പിന്നെ ഇവിടെ നിന്നുള്ള റേഡിയസ് ഇവിടെ നിന്നുള്ള റേഡിയസ് എടുത്തപ്പോൾ ടോട്ടൽ ലെങ്ത് കിട്ടി, റൈറ്റ്. ഇനി എന്താ വേണ്ടേ, ഇനി എനിക്ക് പിന്നെ ഇപ്പൊ എനിക്കിവിടെ തിക്നെസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് വേണം, എനിക്ക് അതിന്റെ വിഡ്ത്തും കൂടെ വേണം. ഓക്കെ, സോ വിഡ്ത്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ക്രാങ്ക് പിൻ തന്നെയാണ്. ഓക്കെ, സോ അത് നോട്ട് ചെയ്യുക, മാറിപ്പോരുത്, പിന്നീട് അത് മാറിപ്പോരുത്. സോ യുവർ LC അല്ലെങ്കിൽ BC whatever it is. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ലെങ്ത് എന്ന രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഇക്വേഷനിൽ നമുക്ക് ഇവിടെ കണ്ടെന്താ, ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ, ഇവിടെ ഒരു ബോക്സ് ആക്കിയിട്ട് എഴുതരാം. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നത് ലെങ്ത് വേണമെങ്കിൽ LC എന്ന് പറയാം, അല്ലെങ്കിൽ വിഡ്ത്ത്, കാരണം നമ്മൾ ഇക്വേഷനിൽ BT³/12 എന്നുള്ള ഫോമുല എടുക്കുക അല്ലെ. സോ ദാറ്റ് വാല്യൂ ഈസ് ലെങ്ത് ഓഫ് ദ ക്രാങ്ക് പിൻ ഈസ് ഗിവൺ ആസ് 76 mm, റൈറ്റ്. സോ യു കൻ ടേക്ക് ദ വാല്യൂ ലെങ്ത് ഓഫ് ദ ക്രാങ്ക് പിൻ വിച്ച് ഇസ് 76 mm, റൈറ്റ്. 76 mm
and എന്താണ് so b തന്നിട്ടുണ്ട് right. So your I value I is equal to bt cube by 12 ആണ് അല്ലെ. b അറിയാം, that is 76 into t cube divided by 12, and y max എന്ന് പറയുന്നത് t by 2 ആണ്. Substitute all those values here and find the and equate it with at and find the thickness t. ചെയ്തോ. മെനിമോന് കിട്ടിയോ എം പി? 134402. 13 എന്താ യൂണിറ്റോ? ന്യൂട്ടൺ എം എം അല്ലേ? ലെങ്ത് എം എമ്മിലല്ലേ? 83. ലെങ്ത് എം എം അല്ല. സബ്സ്റ്റിറ്റ്യൂട്ട് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തിക്നെസ് എം എം തന്നെ കിട്ടും. എത്രയാണ്? 11.5. യെസ് എക്സാക്ട്ലി 11.5 mm അല്ലെങ്കിൽ 12 mm. ഓക്കെ, കിട്ടിയോ? എല്ലാവരും കിട്ടിയാ? ആദർശ്, ജിഷ്ണു? അയ്യോ, സ്റ്റക്കായല്ലോ. ജിഷ്ണു എന്തോ മിസ്റ്റേക്ക് ഉണ്ടേ? ചെക്കറിന് യൂണിറ്റിൽ എന്തെങ്കിലും പറ്റിയതായിരിക്കും അത് മിക്കവാറും. എവിടെയും കൺവേർഷൻ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടാവും. ഇത് ബോർഡ് പോയോ?
അയ്യോ, എഴുതിക്കൊണ്ടിരുന്ന സാധനം പോയല്ലോ. അടിപൊളി. ഈ 6-16 എന്ന് കാണുന്നു. ഒരു പച്ച ഏറോ മാർക്കിൽ 6-16 ഇല്ലേ? വേറെ ഒന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് അവസാനം അയക്കാൻ വേണ്ടി വെച്ചതാണല്ലോ. ഓക്കെ, അത് കിട്ടും. 12 കിട്ടും. 11 പോയിന്റ് സംതിങ് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഓക്കെ, അതോടുകൂടി ആ ഒരു പ്രോബ്ലം കഴിഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സെയിം പ്രോബ്ലത്തിൽ തന്നെ വിപ്പിംഗ് സ്ട്രെസ് കൂടെ കണ്ടുപിടിക്കുക. സെയിം പ്രോബ്ലം തന്നെ അതിൽ ആഡ് ചെയ്യുക, ഫൈൻഡ് ദ വിപ്പിംഗ് സ്ട്രെസ്. അപ്പോൾ വിപ്പിംഗ് സ്ട്രെസ് കാണണമെങ്കിൽ അഡീഷണൽ ആയിട്ട് പിന്നെ ഒരു MB മാക്സിന്റെ ഒരു ഇക്വേഷൻ കൂടെ വരുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം ഡയറക്റ്റ് വിപ്പിംഗ് സ്ട്രെസിന്റെ കേസിലും ഈ ഒരു ഇക്വേഷൻ സെയിം ബെൻഡിങ് സ്ട്രെസിന്റെയാണ് ഒരു വിപ്പിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ വിപ്പിംഗ് സ്ട്രെസ് കാണാൻ സിഗ്മ ബി കാണുക M/I ഇൻറ്റു വൈ മാക്സ് ആണ്. സോ ഇതിൽ പക്ഷെ I വാല്യൂ നേരത്തെ വാല്യൂ അല്ല, മാറി. കാരണം I സെക്ഷൻ്റെ ആണ് എടുക്കേണ്ടത്. അതേപോലെ വൈ മാക്സും അതിനനുസരിച്ചിട്ട് എടുക്കണം. അതേപോലെ MBക്ക് വേറൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. സോ I അതേപോലെ വൈക്കും പേജ് നമ്പർ ഡാറ്റാ ബുക്കിൽ പോയി കഴിഞ്ഞാൽ പേജ് നമ്പർ 7.123 തന്നെ ഇത് രണ്ടിന്റെയും കറസ്പോണ്ടിങ് ഇക്വേഷൻസ് ഡാറ്റാ ബുക്കിൽ നിന്ന് കിട്ടും. അതിൽ നിന്ന് എടുക്കുക. പിന്നെ MB വാല്യൂക്കുള്ള ഇക്വേഷൻ അത് ഡാറ്റാ ബുക്കിൽ ഇല്ല. അപ്പൊ അത് അതേപോലെ തന്നെ പിന്നെ MR ഒമേഗ സ്ക്വയർ ഇൻറ്റു 1+ ആ ഒരു ഫോമിൽ വരുന്ന ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ ആ ഒരു ഇക്വേഷൻ അതുപോലെ തന്നെ മനസ്സിലാക്കി എടുക്കുക. അല്ലെങ്കിൽ അതേപോലെ തന്നെ പഠിച്ചു വെക്കുക. അത് MR ഒമേഗ സ്ക്വയർ ഇൻറ്റു L²/9√3 ആണ്. ഓക്കെ, സോ ഇക്വേഷൻ എടുക്കാം. പിന്നെ ബാക്കി ഈ റിലേഷൻഷിപ്പ് എല്ലാം ഉണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് ഫൈൻഡ് ദ വിപ്പിംഗ് സ്ട്രെസ്. ദാറ്റ്സ് ഇറ്റ്. ഇത്രേ ചെയ്യാനുള്ളൂ. സോ സെയിം ക്വസ്റ്റൻ തന്നെ അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ശരിയേ? ഓക്കെ, സോ ഇത്രയാണുള്ളത് ഒരു കണക്റ്റിംഗ് റോഡിന്റെ ഫുൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് കംപ്ലീറ്റ് പിന്നെ ഇതിപ്പം കുറേ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ചെയ്തത്. ഫസ്റ്റ് പാർട്ട് ഷാങ് ഡിസൈൻ്റെ ഒരു പ്രോബ്ലം, രണ്ടാമത്തെ പാർട്ടിന്റെ ഒരു പ്രോബ്ലം, മൂന്നാമത്തെ ഒരു പ്രോബ്ലം, ആ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ 2 പാർട്ടുകൾ കമ്പൈൻഡ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 3 പാർട്ട് കമ്പൈൻഡ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എൻറ്റയർ സാധനങ്ങൾ ഒറ്റ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. എവിടെ തൊട്ട്? ഷാങ് ഡിസൈൻ തൊട്ട് ബാരിംഗ് ഡിസൈൻ വന്ന് പിന്നെ ബോൾട്ട് ഡിസൈൻ കഴിഞ്ഞ് പിന്നെ ഇതേപോലെ നമ്മൾ ഇപ്പം അടുത്ത പാർട്ട് ചെയ്ത് അതിനുശേഷം ലാസ്റ്റ് വിപ്പിംഗ് സ്ട്രെസ്. ഈ 5 മെയിൻ സ്റ്റെപ്സ് വരുന്ന ഒരു സിംഗിൾ പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. ഇൻ ദാറ്റ് കേസ് അത് ആ ഒറ്റ പ്രോബ്ലം തന്നെ ഓൾമോസ്റ്റ് ഒരു 18-20 മാർക്സിന്റെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇതിപ്പം നമ്മളിപ്പോൾ ഓരോ കേസിലും എന്തൊക്കെ വേണ്ട, എന്തൊക്കെയാണ് അസംഷൻസ്, ഇതൊക്കെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രോബ്ലം കൂടെ എടുത്ത് ചെയ്യാം. ആൻഡ് ബെറ്റർ റെഫർ ദ ടെക്സ്റ്റ് ബുക്ക് ഓഫ് VB ഭണ്ഡാരി. ഓക്കെ, ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് ബൈ VB ഭണ്ഡാരി. അതിന്റെ PDF അവൈലബിൾ ആണ്. ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് ബൈ VB ഭണ്ഡാരി. ഓക്കെ, ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ VB ഭണ്ഡാരിയിലെ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറ്. ഓക്കെ, സോ അതിൽ 1-2 ഒരു ഫുൾ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട്. വേറെ ഒന്നും റെഫർ ചെയ്യാതെ ഇരുന്ന് ചെയ്യുക. വാല്യൂസ് മാത്രം, ഇൻപുട്ട് വാല്യൂസ് മാത്രം എടുത്തിട്ട് അത് ചെയ്ത് നോക്കുക. ഒറ്റ ക്വസ്റ്റ്യൻ അതിലെല്ലാം വരുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. ഇത്രയും നമ്മൾ കണ്ട കൺസെപ്റ്റുകളും വെച്ചിട്ട് തന്നെ ആ പ്രോബ്ലം കൂളായിട്ട് ചെയ്ത് തീർക്കാനും പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രേ ഉള്ളൂ. റൈറ്റ്, സോ ഇതാ ലാസ്റ്റ് ക്ലാസ്. റൈറ്റ്, ഇനി ഇതിലുള്ളത്, ഇനി നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഇനി ആകെ ഉള്ളതിന് ഒരേ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രഷർ വെസലിന്റെ കേസിലാണ്. പ്രഷർ വെസൽ എന്താണ് തിക് സിലിണ്ടർ, എന്താണ് തിൻ സിലിണ്ടർ, അതേപോലെ എന്താണ് ഓപ്പൺ സിലിണ്ടറും എന്താണ് ക്ലോസ് സിലിണ്ടറും. അതാണ് നിങ്ങളെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ട് എഴുതുക. അത് പിന്നെ ഇതുവരെ മാക്സിമം ചോദിച്ചിട്ട് കാണുന്ന ഒരു കേസ് വെച്ചാൽ ഈ അതിന്റെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓപ്പൺ ആൻഡ് ക്ലോസ്, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ തിക് ആൻഡ് തിൻ സിലിണ്ടർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാത്രമാണ്. ഓക്കെ, അതിന്റെ കേസിലും പിന്നെ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് യു ക്യാൻ റെഫർ ദ VB ഭണ്ഡാരി. അതിൽ കറക്റ്റ് ആയിട്ട് സാധനമുണ്ട്. അപ്പൊ അതെടുക്കുക. അതിന്റെ മറ്റ് ഇക്വേഷൻസോ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ബേസിക് കാര്യങ്ങളിൽ
ഇന്നത്തോടുകൂടി മൊഡ്യൂൾ കഴിഞ്ഞു. സോ ഇന്നത്തോടുകൂടി മൊഡ്യൂൾ കഴിഞ്ഞു. അതെ, നിങ്ങൾ എല്ലാ മൊഡ്യൂളും കഴിഞ്ഞു. ഫൈൻ. അവസാനം പറഞ്ഞ ടൈമിലുള്ള നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ചെയ്യേണ്ടത് നിങ്ങളെ കാര്യമാണ്. എക്സാം ഇന്റേണൽ ആയാലും എന്ത് തന്നെയായാലും ഓൺലൈൻ ആയിട്ടാണെങ്കിൽ പോലും ഇത് പഠിക്കുക. കാരണം ഇത് നിങ്ങൾക്ക് പിന്നീട് ഉപകാരപ്പെടും. ഓക്കെ, പല സ്ഥലങ്ങളിലായിട്ട് എന്തെങ്കിലും തരത്തിലായിട്ട് ഉപകാരപ്പെടും. ഇൻഡസ്ട്രി ലെവലിലായാലും ഇതിന്റെ ഒരു ബേസിക് നോളജ്. ഇപ്പൊ നമ്മളോടിപ്പോ പെട്ടെന്ന് കുറെ സ്റ്റെപ്പുകളൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്കും പറ്റില്ല, ഒരു പരിധിയിൽ കൂടുതൽ എനിക്കും പറ്റില്ല. ഓക്കെ, അതൊരു ഫാക്റ്റ് ആണ്. പക്ഷെ നമുക്ക് അതിന്റെ ഒരു ഓർഡർ ഏതാണ്ട് ഇങ്ങനെയാണ് എന്നുള്ളൊരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവില് ഈ ഒരു പേപ്പർ ഇമ്പോർട്ടന്റ് ആണ്. പല നമ്മളെ എന്താ പറയാ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഇതിന്റെ ചില ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്.